SHO സംവിധാനത്തിൽ സമഗ്രമാറ്റം വേണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. നിലവിലെ സംവിധാനത്തിൽ നിരവധി അപാകതകളുണ്ട് എന്നാണ് DGP അറിയിക്കുന്നത്. 421 സ്റ്റേഷനുകളിൽ SIമാർ SHO ആകും. പ്രധാനപ്പെട്ട 63 സ്റ്റേഷനുകളിൽ മാത്രം ഇൻസ്പെക്ടർ തുടരും. സർക്കാരിന് DGP റിപ്പോർട്ട് നൽകി. ജിബിൻ JB വിശദാംശങ്ങളുമായി. ജിബിൻ, നേരത്തെ പിണറായി സർക്കാരിന്റെ കാലത്താണ് ഇങ്ങനെ ഒരു പരിഷ്കാരം കൊണ്ടുവന്നത്. അത് SHOമാർക്ക് ഇൻസ്പെക്ടർമാരുടെ പദവി എന്ന തരത്തിലേക്ക് ആ ചുമതല ഏൽപ്പിക്കുന്ന രീതിയിലേക്ക്. പക്ഷേ അത് പോലീസിംഗിൽ ഒരുപാട് വീഴ്ചകളിലേക്ക് ആ മാറ്റം കൊണ്ടുവന്നു എന്നത് മുൻപും അത്തരം വിശദാംശങ്ങൾ പുറത്തു വന്നതാണ്. ഇപ്പോൾ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് അതിലെന്താണ് വ്യക്തമാക്കുന്നത്? സമഗ്ര അഴിച്ചുപണിയിലേക്കാണോ? അനുജ തന്നെയാണ്. കാരണം പിണറായി വിജയൻ സർക്കാർ പോലീസ് സേനയിൽ വരുത്തിയ വലിയ മാറ്റങ്ങളിൽ ഒന്നായിരുന്നു ഈ SHO സംവിധാനം എന്ന് പറയുന്നത്. പക്ഷേ ഇത് കാര്യപ്രദമായി മുന്നോട്ട് പോയില്ല എന്നുള്ള അപാകതകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്ന് തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു. പിന്നീടാണ് രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ വന്ന ശേഷം ഈ SHO സംവിധാനം മാറ്റുമെന്നുള്ള ഒരു കാര്യം അദ്ദേഹം അറിയിച്ചത്. ഇതിന് പിന്നാലെയാണ് ADGP ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ പഠനം നടത്തി DGPക്ക് കഴിഞ്ഞ ആഴ്ച തന്നെ റിപ്പോർട്ട് കൈമാറിയിരുന്നു. ഈ റിപ്പോർട്ടാണ് ഇപ്പോൾ DGP ആഭ്യന്തര വകുപ്പ് അഡീഷണൽ സെക്രട്ടറിക്ക് കൈമാറുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ പറയുന്ന പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ SHO സംവിധാനം അത് കേരള പോലീസിന്റെ സംവിധാനത്തിൽ ആവശ്യമില്ല. കാരണം പല സ്റ്റേഷനുകളിലും അത് അധിക ഡ്യൂട്ടിയായി മാറിയിരിക്കുകയാണ്. നിലവിൽ ആവശ്യമുള്ള, അതായത് പ്രധാനപ്പെട്ട സ്റ്റേഷനുകൾ, ഏറ്റവും അധികം കേസുകളുള്ള സ്റ്റേഷനുകൾ, തന്ത്രപ്രധാനമായ കേസുകൾ നിലവിലുള്ള സ്റ്റേഷനുകൾ, അതുപോലെ തന്നെ നഗരപരിധിയിലുള്ള ഏറ്റവും തിരക്കേറിയ മേഖലയിലെ സ്റ്റേഷനുകൾ, ഈ സ്റ്റേഷനുകളിൽ മാത്രം SHO സംവിധാനം മതി എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പ്രധാനമായി പറഞ്ഞിരിക്കുകയും ചെയ്യുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 210 സർക്കിളുകൾ പുതുതായി രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം കൂടി ആ റിപ്പോർട്ടിലുണ്ട്. 421 സ്റ്റേഷനുകളിലെ SIമാർ അവർ ഇനി SHOമാരെ മാറുകയും ചെയ്യും. പ്രധാനപ്പെട്ട 63 സ്റ്റേഷനിൽ മാത്രമായിരിക്കും ഇൻസ്പെക്ടർമാർ തുടരുക. 63 സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും അധികം തിരക്കുള്ള മേഖലയിലെ സ്റ്റേഷനുകൾ, നഗരഹൃദയത്തിലെ സ്റ്റേഷനുകൾ, അതുപോലെ തന്നെ നിലവിൽ ഏറ്റവും അധികം കേസുകൾ ഉള്ളതും കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നതുമായ സ്റ്റേഷൻ, ഈ സ്റ്റേഷനുകളിൽ മാത്രം SIമാരെ നിലനിർത്തുകയും ചെയ്യും. അധികമായി വരുന്ന 206 ഇൻസ്പെക്ടർമാരെ അവരെ മറ്റ് വിവിധ യൂണിറ്റുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ഇതിന് പിന്നാലെ തന്നെ വരികയും ചെയ്തിട്ടുണ്ട്. അതായത് കഴിഞ്ഞ സർക്കാർ അവർ പോലീസ് സേനയിൽ വരുത്തിയിരുന്ന ഏറ്റവും വലിയ മാറ്റമായിരുന്നു SHO സംവിധാനം എന്ന് പറയുന്നത്. അതാണ് നിലവിൽ വന്ന സംസ്ഥാന സർക്കാർ, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ ആദ്യമായി പറഞ്ഞത് SHO സംവിധാനം വാർത്തെടുക്കുമെന്നതാണ്. കാരണം ആ SHO സംവിധാനം എന്ന് പറയുന്നത് സംസ്ഥാന പോലീസിൽ ആവശ്യമില്ലാത്ത ഒരു സംവിധാനമാണ്. അത് അത്രയും വേഗം തന്നെ മാറ്റുമെന്ന് പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അതിവേഗം തന്നെ ADGP ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ പഠനം നടത്തിയും ആ ഒരു റിപ്പോർട്ട് DGPക്ക് കൈമാറുകയും ചെയ്തിരുന്നത്. ആ റിപ്പോർട്ടാണ് ഇപ്പോൾ DGP കൂടി പഠനം നടത്തിയ ശേഷം ഇതിന്റെ വിശദാംശങ്ങൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ സെക്രട്ടറിക്ക് ഈ വകുപ്പ് നിർദ്ദേശമായി കൈമാറുകയും ചെയ്തിട്ടുള്ളത്. അനുജ, അങ്ങനെയെങ്കിൽ ഇതിന്റെ തുടർ നടപടികളിലേക്ക് വളരെ വേഗം തന്നെ ആഭ്യന്തര വകുപ്പ് കടക്കുമെന്നാണോ നമ്മൾ അറിയുന്നത്, ജിബിൻ? അതന്നെയാണ് അനുജ. ഇതിന്റെ തുടർ നടപടിയിലേക്ക് ആഭ്യന്തര വകുപ്പ് ഉടൻ തന്നെ കടക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് നമ്മൾ ഓർക്കണം, ഒരു മാസം മാത്രമേ ആയിട്ടുള്ളൂ VD സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വന്നിട്ട്. ആ സർക്കാരിന്റെ കാലത്ത് ഈ സർക്കാർ അധികാരമേറ്റ ഉടൻ തന്നെ നിയുക്ത ആഭ്യന്തര മന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തലയാണ് പറഞ്ഞത് SHO സംവിധാനം എന്നുള്ളത് പോലീസ് സേനയിൽ ആവശ്യമില്ല എന്നുള്ള കാരണമെന്ന്. പക്ഷേ ഈ പറഞ്ഞതിന് ശേഷം ഏകദേശം 3 ആഴ്ച മാത്രം എടുത്തുകൊണ്ടാണ് വലിയ രീതിയിലുള്ള ഒരു പഠനം നടത്തിയത്. പ്രത്യേകിച്ച് ADGP ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ വെറും 2 ആഴ്ച മാത്രം എടുത്തുകൊണ്ടുള്ള ഒരു പഠനം നടത്തുകയും ആ പഠനം നടത്തിയതിനു ശേഷമാണ് റിപ്പോർട്ടിൽ ഇത്തരത്തിലുള്ള വിശദാംശങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് DGPക്ക് റിപ്പോർട്ട് കൈമാറുകയും ചെയ്തത്. പിന്നീട് DGP ഒരാഴ്ചയോളം ഈ റിപ്പോർട്ട് വിശദമായി പഠിക്കുന്നു. അതിൽ കൂട്ടിച്ചേർക്കാനുണ്ടായിരുന്ന കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഏതൊക്കെ സ്റ്റേഷനുകളിലാണ് ഇനി SHO സംവിധാനം വേണ്ടതെന്നും എവിടേക്കാണ് ഇൻസ്പെക്ടർമാരുടെ സേവനം ആവശ്യമുള്ളത്, അത് മാത്രമല്ല ഏതൊക്കെ സ്റ്റേഷനിലാണ് ഒരു DSPയുടെ നേതൃത്വത്തിൽ ഇത്രത്തോളം സ്റ്റേഷനുകൾ കൊണ്ടുവരണം എന്നുള്ള ഒരു കാര്യം വിശദമായി അദ്ദേഹം പഠിച്ചതിനു ശേഷമാണ് ഈ റിപ്പോർട്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കൈമാറുകയും ചെയ്തത്. എന്തായാലും ഇതിന്റെ തുടർ നടപടികൾ ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ 210 സർക്കിളുകൾ ഇതിന്റെ ഭാഗമായി രൂപീകരിക്കേണ്ടതുണ്ട്. 421 സ്റ്റേഷനുകളിലെ SHOമാർ അവരെ നിലനിർത്തേണ്ടതുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട സ്റ്റേഷനുകൾ, അതായത് 63 സ്റ്റേഷനുകൾ, ഈ 63 സ്റ്റേഷനുകൾ എന്ന് പറയുന്നത് അവിടെ SHOമാരെ നിലനിർത്തണമെങ്കിൽ അത് ഏതൊക്കെ സ്റ്റേഷനിലാണ്, അതിന് നിർത്തേണ്ട ക്രൈറ്റീരിയകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം കൂടി വിശദമായി പഠിച്ച ശേഷം ഈ വരുന്ന ആഴ്ച തന്നെ ഏകദേശം 2-3 ദിവസം കൊണ്ട് തന്നെ ഇതിന്റെ തുടർ നടപടികൾ കൂടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അനുജ, അതാണ് SHOമാരുമായി ബന്ധപ്പെട്ടുള്ള പരിഷ്കാരം. അതിൽ ഒട്ടേറെ പാളിച്ചകളുണ്ട് എന്നുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അതിൽ മാറ്റം വരുത്താം എന്ന് DGP കൂടി ശുപാർശ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.